പാമ്പ് പാമ്പ് പാമ്പ്. ഒരു സമയത്ത് എന്നെ ഏറ്റവും അറിയാവുന്ന എൻ്റെ ഒന്നോ രണ്ടോ ഫ്രണ്ട്സ് എന്നെ കാണുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, പാമ്പ് പാമ്പ് പാമ്പ്. അപ്പോൾ അവർക്കറിയാമായിരുന്നു ഇതെനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സാധനം. എന്നാൽ എൻ്റെ വീട്ടിൽ ഏകദേശം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആ ചേര എൻ്റെ പുറത്ത് വീണിട്ട് ഞാനിങ്ങനെ കുനിഞ്ഞു പോയി. ദാറ്റ്സ് വൈ അത്രയും ഭാരമുള്ള നൈറ്റ് ഡ്യൂട്ടി എടുത്തിട്ട് തിരിച്ചു വന്ന് കിടക്കുന്ന ഞങ്ങൾക്ക് 3 പേർക്കും കൂട്ട് കിടക്കുന്നത് പാമ്പുകളായിരുന്നു. അടുത്ത് എൻ്റെ സിസ്റ്ററിൻ്റെയൊക്കെ അടുത്ത് കിടന്ന് ഉറങ്ങും ചേരയും പാമ്പും. പക്ഷേ മനുഷ്യരോളം വിഷം അതിനില്ലായിരുന്നു, ഒരെണ്ണം പോലും. എൻ്റെ കുട്ടി ചവിട്ടിയിട്ട് നിൽക്കുമായിരുന്നു പാമ്പിനെ. അതിങ്ങനെ ആക്കും, പക്ഷെ അത് കൊത്തിയിട്ടില്ല കേട്ടോ. അന്നൊക്കെ പേടിച്ചോടും. ഒരു 4 വർഷത്തോളം വീട്ടിനുള്ളിൽ ഞാൻ ഉറങ്ങാതെ ഇരുന്നിട്ട് അവസാനം ഡിപ്രഷനിലോട്ട് പോയിട്ടുണ്ട്. കാരണം ഉറക്കമില്ല, ഇത് മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണണം. അത് ഇറങ്ങിപ്പോയാലല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ. എൻ്റെ വയറ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഈ പാമ്പ് എന്തിന് കയറുന്നു എന്നൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല. ഓരോ കാരണങ്ങളുണ്ട്. പാമ്പ് വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ കയറും, ബാക്കിലൂടെ കയറും, അടുക്കളയിലുണ്ടാവും. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് നമ്മൾക്ക് എന്തോ രോഗങ്ങൾ വരാൻ പോകുന്നു എന്നുള്ള. ഓരോ ദിശയിലൂടെ വരുമ്പോഴും നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കാൻ അറിയാം. ഓരോ ദിശയിലൂടെ വരുന്നതിനും ഓരോ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മുരുകന് നേർച്ച നേർന്നിട്ട് അത് ഒരുപാട് നാൾ കഴിക്കാതിരുന്നാൽ പാമ്പ് വരും. അപ്പോൾ ഞാൻ ഒരു 10 വർഷത്തേക്ക് മുമ്പേ പഴനിയിൽ പോയി മുട്ടയടിക്കാൻ നേർച്ച തന്നിട്ട് ഞാൻ ചില സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. പക്ഷേ ഈ പാമ്പുകളെ ഇങ്ങനെ നമ്മൾ സ്ഥിരമായി കാണുന്നത് എന്ന് പിന്നെ ആരോ പറഞ്ഞ് നമുക്ക് മനസ്സിലായി. ഇനി പാമ്പുകളെക്കാൾ വിഷമുള്ള ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറഞ്ഞു. ഇത് പാമ്പ്, ഇത് വേറെ കഥ. ഞാനൊരു വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ അമ്മ എപ്പോഴും അവിടുത്തെ മരുമകളോട് വളരെ സ്നേഹമായിട്ട് ഇടപെടും. അപ്പോൾ ആ മകൻ ചോദിക്കും, അമ്മയോട് ചോദിക്കുന്നത് ഞാൻ കേട്ടതാണ്, അമ്മയ്ക്ക് എന്താ ഇവളോട് ഇത്ര സ്നേഹം എന്ന. അമ്മ എന്തിനാ ചേച്ചിയെ കുറ്റം പറഞ്ഞാൽ, ബട്ട് മീൻസ് ആ വീട്ടിലെ സ്വന്തം മകളോട്. അപ്പം അമ്മ പറയുന്നത്, എൻ്റെ മകൻ സന്തോഷമായിട്ടിരിക്കുന്നുവെങ്കിൽ മരുമകളും സന്തോഷമായിട്ടിരിക്കണം. മകന്റെ സ്വത്ത് മൊത്തം നശിപ്പിച്ച് നാട് മൊത്തം കടം ഉണ്ടാക്കുകയും മകനെ മരുമകളിൽ നിന്ന് അകറ്റി നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന നിങ്ങളുടെ സ്വന്തം പെൺമക്കളോടാണ്. ആൻഡ് ഗോഡ് പ്രോമിസ്, ഞാൻ എൻ്റെ ഈ 10-25 വർഷത്തെ നഴ്സിംഗ് കരിയറിനിടയ്ക്ക് പോകുന്ന മനുഷ്യരിൽ കണ്ടിട്ടുള്ളത്, ഒരു മരുമകൾ ഒരു വീട്ടിൽ ദ്രോഹിക്കപ്പെടുമ്പോൾ മകളുടെ തലമുറ അതിനെ എഫക്റ്റ് ചെയ്യും. സോ ബി കെയർഫുൾ. ഞാൻ ശപിക്കും പോലെ പറയുന്നില്ല, ഞാൻ കണ്ടിട്ടുള്ളതാ. തലമുറ എഫക്റ്റ് ചെയ്യും അത്. സോ ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. മരുമകളെ